ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള VITയിലേക്ക് ഇപ്പോൾ ബിടെക് പ്രോഗ്രാമുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. VIT നടത്തുന്ന VIT എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ബിടെക് കോഴ്സുകൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുക. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള IITകളും NITകളും കഴിഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എണ്ണാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളൊന്നാണ് VIT എന്ന് പറയുന്നത്. ചില NITകളേക്കാൾ കൂടുതൽ വലിയ ഓപ്ഷനും ഓപ്പർച്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന വിശാലമായിട്ടുള്ള ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് VIT എന്ന് പറയുന്നത്. VIT എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പസുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്യാമ്പസുകൾ എന്ന് പറയുന്ന സമയത്ത് വെല്ലൂരാണ് മെയിൻ ക്യാമ്പസ് ഉള്ളത്. VIT വെല്ലൂരുണ്ട്, അതുപോലെ തന്നെ VIT ചെന്നൈ ഉണ്ട്, VIT AP ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ VIT ഭോപ്പാൽ എന്നിവിടങ്ങളിൽ ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ VIPക്ക് മൗറീഷ്യസിലും ഒരു ക്യാമ്പസ് ഉണ്ട് എന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത ബിടെക് പ്രോഗ്രാമുകൾ, ബയോടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ്, ഒരു ഒട്ടനവധി ബിടെക് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് VITയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. എങ്ങനെയാണ് VITയിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ VIT അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുക എന്നതാണ്. അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഷുഡ് ഫാൾ ഓൺ ഓർ ആഫ്റ്റർ 1 ജൂലൈ 2003 എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, SSLC സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൂഫായിട്ട് കൊടുക്കേണ്ടതാണ്. VIT നടത്തുന്ന എക്സാമിനേഷൻ വ്യത്യസ്ത സെൻറ്ററുകളിലായിട്ട് നടക്കുന്നതായിരിക്കും. അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾക്ക് 2 രീതിയിലുള്ള ടെസ്റ്റുകൾ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് സെലക്ഷൻ ക്രൈറ്റീരിയയിൽ 2 സ്വഭാവത്തിൽ വരുന്ന സംഗതിയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് വരുന്ന ഒരു MPCEA എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ മാത്സ് ഇല്ലാതെ ബയോളജിയും ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന എക്സാമിനേഷൻ കൂടിയുണ്ട്. ഒരു 2 hours 30 minutes എക്സാം ഡ്യൂറേഷനുള്ള എക്സാമിനേഷൻ വഴിയാണ് പ്രവേശനം നിങ്ങൾക്ക് കിട്ടുക എന്നതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കും. മാത്സ് ഇല്ലാത്ത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിടെക്, ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫർമാറ്റിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി, ബയോ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വെല്ലൂർ പോലെയുള്ള ഒരു ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വലിയ ക്യാമ്പസിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികളുമായിട്ടും ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസുമായിട്ടായിട്ടും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വലിയൊരു ടൈം ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം മാർച്ച് 31 വരെ ഉണ്ട്, 2025 മാർച്ച് 31 വരെ ഉണ്ട്. പക്ഷേ അതുവരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് VIT പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എന്നതാണ്. ഏകദേശം ഏപ്രിൽ 21 to 27 വരെയുള്ള സമയത്താണ് ഏകദേശം ടെൻറ്റേറ്റീവ്ലി VIT EEE എക്സാമിനേഷൻ നടക്കുക. JEE മെയിൻ്റെ സെക്കൻഡ് ഫീസ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും എക്സാമിനേഷൻ നടക്കുക. ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ റിസൾട്ട് വരികയും മെയ് 2025 നിങ്ങൾക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും എന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ VIT ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് VIT എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.